നമ്മളെ കർത്താവ് സ്നേഹിച്ചത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെയാണ്, നാം ദോഷികളായിരിക്കുമ്പോൾ തന്നെയാണ് നമ്മളെ ദൈവം സ്നേഹിച്ചത്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗോളെന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് ഗോളെന്ന് പറയുന്നത് തൻ്റെ പ്രിയ കർത്താവിനെ വീണ്ടും ഒരുമിച്ച് ഒന്നിച്ച് ചേരുക എന്നുള്ളതാണ്. നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താൽ ക്രിസ്തുവിലൂടെയാണെന്നുള്ള ബോധ്യം നമ്മുടെ യുവ തലമുറകൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നാണ് ഞാൻ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന ആ ഒരു കാര്യത്തിൽ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ആ തിരിച്ചറിവും. അപ്പോൾ ഈ ക്രിസ്തുവിലുള്ള വ്യക്തിത്വം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നാം ക്രിസ്തുവിൽ ആരാണെന്ന് ബോധ്യമായി കഴിയുമ്പോൾ നമ്മളെ തന്നെ വലിയവരായി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ തന്നെ വലിയവനാക്കാനോ ശ്രമിക്കാതെയും മറ്റുള്ളവരെ താഴ്ത്തി കാണുവാൻ ഇടയാകാതെയും എല്ലാവരെയും തുല്യരായി പരിഗണിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും? കഴിയും. അതുമാത്രമല്ല, തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ ഉറപ്പും നമ്മുടെ സംരക്ഷണവും ഒക്കെ ക്രിസ്തുവിലാണെന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനും അവരോട് നമ്മോടുള്ള കരുതൽ പോലെ തന്നെ തീർച്ചയായിട്ടും അവരോട് കരുതുവാനും ഇടയായിത്തീരും. തീർച്ചയായിട്ടും നമ്മളെ കർത്താവ് സ്നേഹിച്ചത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെയാണ്, നാം ദോഷികളായിരിക്കുമ്പോൾ തന്നെയാണ് നമ്മളെ ദൈവം സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തുവിനുള്ള ഭാവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളെക്കാട്ടിലും മോശമെന്ന് തോന്നുന്നവരെ സ്നേഹിക്കാൻ, നമുക്ക് വിദ്വേഷം തോന്നുന്നവരെ ചേർത്ത് നിർത്തുവാൻ, നമുക്ക് അകൽച്ച ഉണ്ട് എന്ന് തോന്നുന്നവരെ അടുത്ത് ചേർത്ത് നിർത്തുവാനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും? കഴിയും. അതുകൊണ്ട് നമ്മളെല്ലായ്പ്പോഴും നമ്മളെക്കാട്ടിലും ശ്രേഷ്ഠരായി മറ്റുള്ളവരെ എണ്ണുകയും ക്രിസ്തുവിലുള്ള ഭാവത്തിൽ നാം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിത്വം മറ്റുള്ളവരുടെ ബന്ധങ്ങളെ, ആ വ്യക്തികളെ ഒക്കെ സ്വാധീനിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു വ്യക്തിത്വം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് ആണോ നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ അതും ഈ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നതാണ്. നമ്മൾ സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ആത്മാവിൽ ഉള്ളപ്പോഴാണ് ഫലങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഫലം, ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ഞാൻ എന്നെ തന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ ഫലത്തെ കഴിഞ്ഞ് കൂടുതൽ എന്നിൽ ജഡത്തിൻ്റെ ഫലമാണ് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ ജഡത്തിലാണ് ജീവിക്കുന്നത്. അവിടെയാണ് ആത്മാവിൻ്റെ സഹായം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്, നമ്മൾക്ക് ഈ കാര്യത്തെ നമുക്ക് തിരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു പുരോഗമനം നമുക്ക് നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് നമുക്ക് വേണ്ടത്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നിൽ സ്നേഹം കൂടുതൽ കാണുന്നുണ്ട്, സമാധാനം കാണുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ആത്മാവിൻ്റെ ആ ഫലത്തിലൂടെ എനിക്ക് കാര്യങ്ങൾ നേടി ലഭിക്കുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കി തരുന്നത്. ഈ ക്രിസ്തുവിലുള്ള വ്യക്തിത്വം നമ്മുടെ ഡെയിലി ഡിസിഷൻസിനെ എങ്ങനെ സ്വാധീനിക്കണം? തീർച്ചയായിട്ടും ആ വ്യക്തിത്വമാണ് നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തെ സ്വാധീനിക്കേണ്ട ഒരു ഘടകം തന്നെ. നാം ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ മക്കളായവരല്ല. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നതും അതിന് നാം നിർബന്ധിക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ദിവസവുമുള്ള തീരുമാനങ്ങൾ, അത് നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാകട്ടെ, ബന്ധങ്ങളിലുള്ള തീരുമാനങ്ങളാകട്ടെ, നമ്മുടെ സാമൂഹിക ചുറ്റുപാടിലുള്ള തീരുമാനങ്ങളൊക്കെ ആകട്ടെ, അതെല്ലാം ക്രിസ്തുവിലുള്ള വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കണം നാം എന്ത് ചെയ്യേണ്ടത്? എല്ലായ്പ്പോഴും എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഓരോ തീരുമാനങ്ങളും മറ്റുള്ള യാതൊന്നിനെയും അടിസ്ഥാനമാക്കിയല്ല നാം എടുക്കേണ്ടത്. ക്രിസ്തു നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം തീർച്ചയായിട്ടും നമ്മുടെ തീരുമാനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ
ദൈവത്തിന് ഹിതമാണോ എന്നുള്ളതും തീർച്ചയായിട്ടും നാം ഓരോ തവണ എന്ത് ചെയ്യണം? പരിശോധിക്കണം. നാം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് താല്പര്യം ഉളവാകുകയോ നിലയിലുള്ള തീരുമാനങ്ങളല്ല മറിച്ചെടുക്കേണ്ടത്. നമ്മുടെ എല്ലാ തീരുമാനങ്ങളും അത് ദൈവ കേന്ദ്രീകൃതമാകുകയും ക്രിസ്തു അധിഷ്ഠിതമാകുകയും അത് ദൈവപ്രസാദമാകുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നാം ക്രിസ്തുവിലുള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നാം എടുക്കുന്ന ഓരോ തീരുമാനത്തിന് മുമ്പും നാം കർത്താവിനോട് തന്നെ ചോദിക്കുവാൻ ഇടയായിത്തീരും, ഈ തീരുമാനം ദൈവത്തിന് ഇഷ്ടമാണോ? ഞാൻ എടുക്കുന്ന തീരുമാനം ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമായി തീരുമോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലായ്പ്പോഴും നാം ക്രിസ്തുവിനുള്ളവരാണ്, നാം ക്രിസ്തുവിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും ക്രിസ്തുവിന് പ്രസാദകരമായിരിക്കണം എന്നുള്ളത് നാം എല്ലായ്പ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വ്യക്തിത്വം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും സ്വാധീനിക്കുക തന്നെ ചെയ്യും. So we were talking about building an identity in Christ. ഓക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിലുള്ള വ്യക്തിത്വം ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ ടെംപ്റ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിൻഡ്രൻസ് വരും ഈ ബിൽഡ് ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതൊന്ന്? അത് വളരെ കുറച്ച് നമ്മൾ ഡീപ്പായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരുമായിരിക്കാം. അല്പം ചുരുക്കി നമ്മൾ പറഞ്ഞാൽ, ഏതൊരു വ്യക്തിയും ഒരു ക്രിസ്തു വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്തിൽ നമ്മൾ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പവും ഇപ്പോഴുള്ള ഈ കാലവും തമ്മിലുള്ള അന്തരം ഏകദേശം 40-50 വർഷത്തിൻ്റെ ഒരു വ്യത്യാസം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ലഭിച്ച അറിവ്, ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് ഞാൻ നേടിയിരുന്നത് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന്, ഗുരുജനങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള പലരിൽ നിന്നായിരുന്നു. അത് പിന്നീട് വചനാടിസ്ഥാനത്തിൽ വചനത്തെ വായിച്ച് എനിക്കതിന് ഒരു പൂർണ്ണത കൈവരിക്കുവാൻ സാധിച്ചു. എന്താണ് ക്രിസ്തുവിലുള്ള ജീവിതമെന്നത്. അന്നേ കാലത്ത് എനിക്കുണ്ടായിരുന്ന സാമൂഹിക മാറ്റങ്ങൾ അല്ലെങ്കിൽ സമൂഹം ഇന്നത്തെ കാലവുമായി നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. അന്ന് ഞാൻ ഇന്ന് കാണുന്ന ഈ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ളതൊന്നും ഇല്ല. അന്ന് ഞാനൊരു 50 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരിയും തയ്യാറെടുപ്പുകൾ നടത്തണം. ബസ്സാണ് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതിൽ പോകുന്നതിന് നമുക്കൊരു സർട്ടനിറ്റി ഇല്ല. അവിടെ എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മൾ പോകുന്നു, അന്ന് തന്നെ തിരിച്ചു വരാൻ സാധിക്കുമോ, വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകുമോ, ഇതൊന്നും നമുക്കറിയില്ല. എന്നാൽ ഇന്ന് ഞാൻ 50 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകുന്ന എനിക്ക് അത്ര വലിയ ഒരുക്കങ്ങളൊന്നും നടത്തണ്ട. എനിക്ക് ഗൂഗിൾ മാപ്പുണ്ട്. ഞാൻ എല്ലാ ദിവസവും 50-ൽ പരം കിലോമീറ്റർ സഞ്ചരിക്കാറുണ്ട്. അന്നേരം അപ്പോഴത്തെ ആ ട്രാഫിക്കിൻ്റെ അവസ്ഥ നോക്കി അവിടെയുള്ള കാര്യങ്ങൾ എനിക്ക് ഫോൺ വിളിച്ച് ചോദിക്കാം. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം അന്നേ കാലത്ത്, എൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്ന സമയങ്ങളിൽ ക്രിസ്തുവിനോടുള്ള റിലയൻസ് അല്ലെങ്കിൽ യേശുവിനെ കൂടുതലായി അറിയണമെന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ കുറച്ചുകൂടെ ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ ഞാൻ റിലൈ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് എനിക്കങ്ങനെ ദൈവത്തെ ആശ്രയിക്കേണ്ട, യാത്ര തുടങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് പ്രാർത്ഥിക്കേണ്ട, അതൊരാവശ്യമായിട്ട് തോന്നുന്നില്ല. എന്നാൽ ഇത് ഇന്നത്തെ തലമുറയും അതാണ് അവർ ഫേസ് ചെയ്യുന്നത്. അവർക്ക് ദൈവം എന്ന ആ കോൺസെപ്റ്റിനെ അവർക്കതിനെ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒന്നിനെയും ആശ്രയിക്കേണ്ട. എല്ലാത്തിനും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞതുപോലെ, ഇന്നത്തെ അവസ്ഥ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI വന്നതോടെ എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട് നമുക്ക്. അപ്പോൾ എന്തിനു ദൈവം എന്നുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തു വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം അത്ര എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് യേശു ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നതിനെപ്പറ്റി പറഞ്ഞു വന്നതിന് ശേഷം താൻ അവസാനമായി പറയുന്നുണ്ട്, കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത്
വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ ഈ ദൈവമുണ്ട് എന്നും ദൈവത്തിൽ ആശ്രയിക്കണമെന്നുമുള്ള ആ ഒരു 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 തത്വം, ഒരു സത്യം യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എവിടെ നോക്കിയാലും നമുക്ക് സകല രീതിയിലുള്ള സഹായങ്ങളും ദൈവമില്ലാതെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും യുവതലമുറയ്ക്ക് കൊടുക്കാനായിട്ട് എന്തായിരിക്കും ഒരു സന്ദേശം? ഇന്നത്തെ യുവതലമുറ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ക്രിസ്തുവിലുള്ള നമ്മുടെ വ്യക്തിത്വം നാം അത് നേടിയെടുത്തതല്ല, നമ്മുടെ സ്വയ പരിശ്രമങ്ങൾ കൊണ്ട് നമുക്ക് ലഭ്യമായതല്ല, മറിച്ച് ക്രിസ്തുവിലൂടെ ദൈവം നമുക്കത് ദാനം നൽകിയൊരു കാര്യമാണ്. ഇന്നത്തെ ലോകം മനുഷ്യൻ്റെ മൂല്യം അളക്കുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട്. അവരുടെ തൊഴിൽ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സാമൂഹിക ചുറ്റുപാടുകൾ, അവരുടെ സാമ്പത്തിക ഭദ്രത, ഒരുപക്ഷെ കുറച്ചുകൂടെ കടന്നു പറഞ്ഞാൽ അവർക്ക് സോഷ്യൽ മീഡിയകളിൽ ലഭിക്കുന്ന അംഗീകാരങ്ങൾ, അവരുടെ ലൈക്കുകൾ, അവരുടെ ഷെയറുകളൊക്കെ വാല്യൂസ് ഉണ്ട് എന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നു, പലപ്പോഴും ചിന്തിക്കും അത് ശ്രേഷ്ഠമെന്ന് എണ്ണയും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തിത്വം ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല. നമുക്ക് ലഭിക്കുന്ന ലൈക്കുകളോ ഷെയറുകളോ നമുക്ക് ലഭിക്കുന്ന പബ്ലിക് അപ്രീസിയേഷൻ്റെയോ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇരിക്കുന്നത്. നമ്മുടെ മൂല്യം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താൽ ക്രിസ്തുവിലൂടെയാണെന്നുള്ള ബോധ്യം നമ്മുടെ യുവ തലമുറകൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് അവരുടെ വ്യക്തിത്വം ക്രിസ്തുവിൽ തന്നെയാണ് ഉറച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അവരിൽ എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും? അതിന് മുൻപ് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞതുപോലെ, ഒരു വ്യക്തിക്കും അവർ നിലനിന്നു പോകുന്നു എന്ന് ക്രിസ്തുവിൽ പറയാൻ സാധിക്കില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഹി ഹാസ് എ ഗോൾ. ആ ഒരു ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗോൾ എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് തൻ്റെ പ്രിയ കർത്താവിനെ വീണ്ടും ഒന്നിച്ച് ചേരുക എന്നുള്ളതാണ്. ആ ഒരു യാത്രയുടെ മധ്യത്തിൽ നമ്മൾ ഏറ്റവും അധികം പറയുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുസരണമായി നടക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന പൗലോസിന് പോലും തനിക്ക് ഉറപ്പ് പറയാനൊക്കുന്നില്ല എനിക്ക് ലഭിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തു ഭക്തന് അല്ലെങ്കിൽ ഒരു ക്രിസ്തു വ്യക്തിത്വം മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്നെപ്പറ്റി തന്നെ പറഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കില്ല ഞാനൊരു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, ആ ഒരു വ്യക്തിത്വത്തിനനുസരിച്ചാണ് എൻ്റെ എല്ലാ സ്വഭാവങ്ങളും, എൻ്റെ എല്ലാ ഭാവങ്ങളും, എൻ്റെ എല്ലാ സംസാരങ്ങളും, എൻ്റെ നോട്ടങ്ങളും എല്ലാം എന്ന് പറയാൻ സാധിക്കില്ല. ദിവസം നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത. ആർക്കും ഞാൻ നീതിമാനാണെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ദൈവമൊഴികെ നീതിമാന്മാരാരുമില്ല. അതിൻ്റെ അർത്ഥം ആ ഒരു ലൂപ്പ് ഹോളിൽ പിടിച്ച് എന്നാൽ എനിക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതുമല്ല. തീർച്ചയായും ആദ്യ പിതാക്കന്മാരെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ നമുക്കും ആ ഒരു കാഴ്ചപ്പാടോടെ പോകുകയും അതിനു വേണ്ടിയിട്ട് എന്താണ് ദൈവവചനത്തിൽ നമ്മളോട് പറയുന്നത് എന്നതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ ശ്രമിക്കുന്നതും ശ്രമിക്കാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമുക്ക് ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറാം, എന്നാൽ ശ്രമിച്ച് അതിൽ നമ്മൾ ചലഞ്ചസ് നമുക്കവിടെ വരാം, പ്രതിബന്ധങ്ങൾ നമുക്ക് വരാം. എന്നാൽ അടുത്ത പ്രാവശ്യം ആ പ്രതിബന്ധത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ദൈവവചനം തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായിരിക്കും അതിൻ്റെ ശരിയെന്ന് തോന്നുന്നു. ശ്രമമാണ് അതിൻ്റെ ഒരു ഫോക്കസ്. തീർച്ചയായും അതെ, എഫേർട്ട്. ഇപ്പം നമുക്ക് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് താൻ പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നല്ലത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ കാരണം, നിങ്ങൾക്ക് കാര്യസ്ഥനെ ഞാൻ അയച്ചു തരും.
ആ കാര്യസ്ഥനിലൂടെ സകല സത്യത്തിലും നിങ്ങൾക്ക് വഴി നടക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ സാധിക്കില്ല. Yeah. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം ഒരു ക്രിസ്തു വ്യക്തിത്വത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ആ തിരിച്ചറിവുമാണ്.